ഡയലോഗ് നിങ്ങളെ കണ്ടില്ലല്ലോ. ഞങ്ങളിപ്പോ കോലാപൂരിൽ നിന്ന് ബെൽഗാം റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബെൽഗാം എത്തിയില്ല സാർ? കേട്ടില്ല. ഞാൻ വിചാരിച്ചില്ല. അതാണ് പറയുന്നത് വണ്ടിക്കകത്തോളം. ഇത് എന്നാ സംഭവം തന്നെ? ഇത് അടിപൊളി ഒരു കൊട്ടാരം പോലെ ചെയ്യുന്നത്. അതോ ഒരാളുടെ വീടാണോ? അപ്പൊ പണി നടക്കുവാണല്ലോ. ഇംഗ്ലീഷിൽ പറഞ്ഞേട്ടാ. അംഗ്രേജിയാ? വേറെ സൂപ്പർ സ്ഥലം കേട്ടോ, അടിപൊളി. ശരിക്കും ഒരു മൈസൂർ പാലസിന്റെ വേറൊരു മോഡൽ അല്ലേ? നിങ്ങൾ അന്യഗ്രഹ ജീവികളൊന്നുമല്ലോ. ഇതുപോലെ പൂനെന്ന് നമുക്ക് കാരണം ഞാൻ മൂകിയാൻ പഠിപ്പിച്ചു. ഇങ്ങനെ ജീവിക്കട്ടെ. നമ്മളിപ്പോ ബെൽഗാം കഴിഞ്ഞു. ഈ ഭാഗത്തൊക്കെ നല്ല കോടമഞ്ഞുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് മാനേജ് ചെയ്തേ കുഴപ്പമില്ലാതെ കുറച്ച് ഇപ്പം വാടിക്കാൻ വിളിക്കുക. മുക്കുഴിയില്ലേ, അപ്പൊ വീണപ്പത്തേക്ക് ഞാൻ കോട്ടായിരുന്നു. പക്ഷെ കോട്ടയില് ചെളി പറ്റി. അഖിലുമുക്കുഴി ചെമ്പേരി ടൗണിൽ പോണ്ടായിരുന്നു. ആർക്കെങ്കിലും ഒരു ഗുണം കിട്ടട്ടെ. വണ്ടി ഇളക്കാതെ ഓടിക്കാൻ പറ്റിയല്ലേ? തിരയിളക്കുന്ന കേട്ടിട്ടില്ലേ? ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ തിരയിളക്കുന്ന വണ്ടി അറിയാതെ സ്പീഡ് കയറി പോവുക. നമ്മളിപ്പോൾ എണ്ണ അടിക്കാൻ വേണ്ടി വന്നാണേ. ഇത് MRPLന്റെ ഒരു പെട്രോൾ പമ്പാണിത്. ഇവിടെ പെട്രോളിന് ലിറ്ററിന് 102.63, 102.63. ഡീസലിന് 88 രൂപ 76 പൈസ. ഞങ്ങളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നാ കേട്ടോ. എല്ലാം വിശന്നൊരു പരുവായി. രാവിലെ വെറും വയറ്റ് വന്നാ. ഇപ്പോൾ 9 മണിയായേ. ഹോട്ടൽ സായി ഗണേഷ്, പ്യുവർ വെജിറ്റേറിയൻ. കഴിച്ചേക്കാം. വിശന്നൊരു പരുവായേ. പൂരി ഭാജിയുണ്ട്, ഇഡ്ഡലി വടയുണ്ട്, മാമിലി മസാല ദോശ, സ്വീറ്റ് ബൺസ്. ഗണപതിയിൽ കിടന്നുള്ള ഭംഗിയുണ്ടല്ലേ. സായിബാബയും ഗണപതി എല്ലാം കൂടെ മിക്സായ ഒരു ഗണപതി. ಏನು ಉತ್ತಪ್ಪ? 4 ಬೇಕು. हाँ सिरा बोले तो स्वीट नहीं चाहिए. कॉफ़ी ಬೇಕು. നമ്മുടെ ഉത്തപ്പം വന്നിട്ട് അതിൻ്റെ മീതെ എന്തോ ഒരു പൗഡർ പോലെ ഒരു മസാല ഇട്ടിട്ടുണ്ടേ. അതെന്നാണ്? എങ്ങനെയുണ്ട്? നല്ലതാണത്? അച്ഛാ ടീക്കേ. സാറ് കഴിച്ചായിരുന്നോ? നല്ല എങ്ങനെയുണ്ട്? ആദ്യ അനുഭവമാണ്, എന്നാലും നല്ലതാണ്. അതെയോ? കുഴപ്പമില്ല. ബടിയ സൂപ്പർ എന്നർത്ഥം. അച്ഛൻ്റെ ഹിന്ദി ഇമ്പ്രൂവ് ആയി കേട്ടോ. ഒരു 2-3 പൂനെയൊക്കെ കൂടെ പോയി കഴിഞ്ഞാൽ സെറ്റാവും. ഉള്ളി ഇച്ചിരി കൂടുതലല്ലേ? ഉള്ളിയപ്പം തന്നെ അതിൻ്റെ പേര് വെങ്കായം. നമ്മളിപ്പോൾ ബെൽഗാമിൽ നിന്ന് യാത്രയാണ്, ഹസനിലേക്കുള്ള യാത്രയാണ്. ബെൽഗാമിൽ നിന്ന് ഏകദേശം 330 കിലോമീറ്റർ ഉണ്ട് ഈ യാത്ര. നീണ്ടൊരു യാത്രയാണ്, പക്ഷെ നല്ല സുന്ദരമായ കർണാടകയിലെ പാടങ്ങളും എല്ലാം കണ്ടുകൊണ്ടുള്ള സുന്ദരമായൊരു യാത്രയാണ്.
കാറ്റാടിപ്പാടങ്ങൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും. കേരളത്തിലധികം നമുക്ക് കാണാൻ പറ്റാത്ത പാലക്കാട് പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന കാറ്റാടിപ്പാടങ്ങൾ ഈ പ്രദേശത്തെ സുന്ദരമായ ഒരു കാഴ്ചയാണ്. ഇവിടെയൊക്കെ വലിയ വലിയ ബിസിനസ് ആളുകൾക്കൊക്കെ ഒത്തിരി ഏക്കർ കണക്കിന് കാറ്റാടിപ്പാടങ്ങൾ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ദാവങ്കരയുടെ സൈഡിൽ കൂടെ പോകുന്നു കേട്ടോ. ദാവങ്കര ദാവങ്കരയിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് മാറി. സ്റ്റേറ്റ് ഹൈവേ 76. ഇവിടെ എന്തോ കൃഷി നടക്കുന്നുണ്ടേ. എന്ത് കൃഷിയാന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. വേണ്ടോ, ഒരുപാട് പ്രദേശത്ത് ഇങ്ങനെ കിടക്കുകയാണിത്. എന്ത് കൃഷിയാന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഓ, ഇത് ചോളമാണ് കേട്ടോ. ഇവിടെ കുറേ ചോളത്തിൻ്റെ കൃഷി നടക്കുന്നുണ്ട്. അടിപൊളി ചോളം എല്ലാം കരിഞ്ഞുണങ്ങി കിടക്കുക. ഈ കുഞ്ഞു ടൗണിന്റെ പേര് സന്ദേ ബന്നൂർ എന്നാണ്. ഞങ്ങളങ്ങനെ ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാം കേട്ടോ. വെജിറ്റബിൾ ഊണാണ് കഴിക്കാൻ പോകുന്നത്. മുമ്പിൽ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് കഴിക്കാൻ പോകുന്നത്. ശ്രീ വിനായക ഹോട്ടൽ. ഇവിടെ അടുത്തൊരു പള്ളിയൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ഭക്ഷണം വന്നിട്ടുണ്ടേ. 3 ചപ്പാത്തി കിട്ടി. അതുകൂടാതെ ഇതുണ്ടോ അടിപൊളി. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ? ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇച്ചിരി എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. എണ്ണ തീരാറായി. ഇതൊരു ഗ്രാമപ്രദേശമാണേ. ഓലയോ ഓലട്ടോ. ഇത് പ്രത്യേകിച്ച് ഇവിടെ മഴ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നത്. മഴ പെയ്ത് സൂപ്പർ ടൗണുകളാണ്. ഹൈടെക് നഗരങ്ങളാണ്. തമിഴ്നാട്ടിലെ നഗരങ്ങൾ പോലെ ഇതൊക്കെ കാണുമ്പോൾ. എന്തോ മൃഗങ്ങളുടെ പാസിംഗിന്റെ അവിടെ എത്തിയിട്ടില്ല. നോക്കി ഇവിടുത്തെ റോഡിന്റെ സ്റ്റൈല് കണ്ടോ. ഇനിയിപ്പോ ഈ റോഡിന്റെ ടോൾ ഉണ്ടോന്നാണ് നമുക്ക് അറിയേണ്ടത്. ചൂണ്ടയിട്ട് പോയാലും ചൂണ്ടയിട്ടായിരുന്നു അല്ലേ? അതെയോ? മഴക്കാലത്ത് വെള്ളം കാണുമായിരിക്കും. ഇല്ല, പെരിയപട്ടണം എത്തിയിട്ടില്ല. എൻ്റെ കർണാടകത്തിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കവുങ്ങുന്തോട്ടം ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കവുങ്ങുന്തോട്ടം. ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണേ. ഈ കാണുന്ന കടയിൽ ചായ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് പോകാം.
ഹെഡ്ലൈറ്റും കൂടെ കഴുകിയിട്ട് മിശിഹാന്നാണോ പറയുന്നത്? വിഷയമൊന്നുമല്ല. ഇത് മഹാനവമിയുടെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങളാണ് കേട്ടോ. കോടിക്കുമ്പ ടൗണാണേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല കാഴ്ചകൾ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. എന്താണെന്ന് വെച്ചാൽ രാത്രിയായില്ലേ, അപ്പോൾ അതിൻ്റെ വ്യൂസ് എല്ലാം ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാവേ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. എല്ലാവരും എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.